തിരുവാതിര കളിക്കാതെ അവന്മാർ ഇങ്ങോട്ട് ഓടിയെന്ന് പോയി നോക്ക്. ഇങ്ങോട്ടോ 2 കന്നാസും ഉണ്ടായിരുന്നു അവന്മാരുടെ കയ്യില്. ഇവിടെ അങ്ങോട്ട് നോക്കുക. ഇന്ന് എന്നെ വിട്ടവന്മാര് പോവത്തില്ല. അയ്യോ അയ്യോ ആവശ്യമല്ലേ പോലീസ് നമ്മളെ ടോട്ടിക്കണതിന്. നമ്മളെ കൈയിരിക്കുന്നതേ മോളെ കെട്ടിക്കാനുള്ള സ്വർണ്ണമുള്ള കള്ളവാറ്റാണ്. ഭാഗ്യത്തിന് തലയെ തോർത്തി കെട്ടിയിരുന്നോണ്ട് അവർക്ക് നമ്മളെ ആളെ മനസ്സിലായിട്ടില്ല. ആളെ മനസ്സിലായില്ല സത്യം. ഇതിപ്പോ എവിടെയെങ്കിലും ഒരു ഒളിപ്പിക്കണോണ്ടാ. ഇതിന്റെ ഇടയിലോട്ട് ഒളിപ്പിക്കും. ഞാനിതോടെ ഒളിപ്പിക്കാം. ഒരു കാര്യം ചെയ്യ്, കുളത്തിലിട്ടിരിക്കാം. പോലീസുകാർ ഓട്ടം നിന്നിട്ട് പതുക്കെ എടുക്കുക. ആരെങ്കിലും പറഞ്ഞാൽ നോക്കണം. എടാ അവന്മാരി നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ല. നീ ആരെങ്കിലും വരണന്ന് നോക്കണം. നേരത്ത് എത്ര പറഞ്ഞാലും കേക്കൂല. വെള്ളം കുടിച്ച് വന്ന് മൂത്രം ഒഴിച്ച് വെച്ച് തുണികളും ഒക്കെ ചെന്നല്ലേ മുള്ളിയാതില്ലേ? നീ രാവിലെ എവിടെ പോണു? ഇവിടുത്തെ ലുലുമാളിലെ ഉദ്ഘാടനം എന്നെയാണ് വിളിച്ചത്. കുളത്തിനകത്താ? എന്ത് ഇവിടെ കുളിക്കാനൊന്നും നോക്കൂല. നീ പോ. എന്തോന്ന് ഇവിടെ കുളിക്കാൻ ഒക്കൂലെന്ന് ഇപ്പോഴും ആര് പറഞ്ഞു? ഞാൻ പറയണം. 3 മണിക്കാണ് പല്ലി കഴിക്കണം. 4 പ്രാവശ്യം പല്ലി അറിയാമോ? ഞാൻ ഭയങ്കര വൃത്തിയുള്ളതാണ്. നിനക്കെന്ത്? ഇങ്ങനെയാണെങ്കിലേ അധികം നാളെ അവന്റെ പല്ലി കഴിക്കേണ്ടി വരൂല. പെണ്ണുങ്ങളെ കൊളക്കടവിന്ന് പോടാ. എന്നെ കുളിക്കാൻ സമ്മതിക്കല്ലേ? പെണ്ണ് കുളിക്കട്ടാ എന്നെ തൂക്കണ. മെമ്പർ ഇതെപ്പോ ഒന്ന് കയറി? ഞാൻ ചന്ദ്രികയുടെ പുറകെ വന്നായിരുന്നു. വേറെ ഒന്നും കണ്ടില്ലല്ലോ. ഇല്ല, ഞാനിവിടെ ആടലോടം പഴിക്കാനായിട്ട് കയറിയ വൈദ്യം പറഞ്ഞിട്ട്. വൈദ്യം പറയാൻ മാത്രം ആടലോറക്കം പറിക്കാൻ മാത്രം എന്താ അസുഖം? കാലിന് ഭയങ്കര കഴപ്പ്. നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. നേരാണോ ചന്ദ്രിക? എനിക്ക് മറന്നുകൂടാ. ഭയങ്കര ദേഷ്യത്തില്ല. കുളിക്കണമെന്ന് പറ. ഇവിടെ കുളിക്കണമെന്നോ? എന്താ പ്രശ്നം? എന്താ മെമ്പറെ, ഇത് പെണ്ണുങ്ങളെ കുളിക്കടവാണോ? അതെ. യവന്മാരെന്തിനു ഇവിടെ വന്നു? അതാ എടാ, ആണുങ്ങളെ കുളിക്കടവാ അപ്പറയാ. ഇത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവാ. ചന്ദ്രിക അലക്കിക്കൂ. അങ്ങനെ കുളിക്കാൻ സമ്മതിക്കൂല ഞങ്ങള്. ഞങ്ങൾ കുളിച്ചിട്ടേ ചന്ദ്രയെ കുളിക്കുള്ളൂ. എങ്ങനെ? ഞങ്ങൾ കുളിച്ചിട്ടേ ചന്ദ്രയെ കുളിക്കുള്ളൂ. നിങ്ങൾ വേറെ സ്ഥലത്ത് വിട്ടാ ചന്ദ്രിക ചന്ദ്രിക ഇറങ്ങരുത്. ഇതിനകത്ത് വേറൊരു സംഭവം കിടപ്പുണ്ട്. സംഭവം കള്ളം പറയാൻ പറ്റില്ലല്ലോ. അതല്ല സംഭവം. ഇതിനകത്ത് വേറൊരു സാധനം. ഇതിനകത്ത് മറ്റേ മുതല കിടപ്പുണ്ട്. മുതല ഭയങ്കര ഒരു മുതല. അതല്ലേ പറഞ്ഞത്? മുതലയോ? പിന്നെ അവൻ കണ്ട്. നോണ പറയല്ലേ? ഞാൻ കണ്ടില്ല. എന്റെ മെമ്പറെ, ഒരു ചുവന്ന മുതല ഈ മുട്ടക്കാട്ട നീളമുണ്ട്. കൊച്ചിനെ പേടിപ്പിക്കാൻ എത്രയും കളിച്ചത്. ഈ സക്രിയെ പറ്റിച്ചിട്ട് കടന്നുകളയൊന്നും മരിക്കുന്നത്. മെമ്പർ ടീം ഉള്ളത് നന്നായി. സാറ് വന്നത് മഹാഭാഗ്യം. മഹാഭാഗ്യം അല്ല, മഹാ നന്നായി. സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും മെമ്പർ അറിഞ്ഞായിരുന്നോ? പിന്നെ ഇവന്മാര് പറഞ്ഞു, ഞാൻ അറിഞ്ഞല്ലോ. മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ആളെ കണ്ട എങ്ങനെ ഇരിക്കും? ആളെ കണ്ട എങ്ങനെ ഇരിക്കുന്നു? ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? 4 പല്ല് പുഴു തിന്നതാ. ബാക്കിയെല്ലാം ഓക്കെ. PC അമ്മ ഓടിയപ്പോ ചിരിച്ചോണ്ടല്ലോ ഓടിയത്. അല്ല, താനിത് ആരെ കാര്യം പറയണം? മുതലയുടെ കാര്യം. ഈ കുളത്തിൽ മുതലുണ്ടെന്ന് ഉമ്മാര് പറഞ്ഞെന്ന്. ഈ കുളത്തിനകത്താ? പിന്നെ കൺഗ്രാറ്റുലേഷൻ. മെമ്പറിന് ഇനി അഭിമാനിക്കാൻ ഒരുപാട്. എന്റെ മെമ്പറെ, നിങ്ങളുടെ നാട്ടിൽ ഒരു കുളത്തിനകത്ത് മുതല വന്നാൽ അതിന്റെ ക്രെഡിറ്റ് ആക്കാണ് മെമ്പറിന്. പിന്നെ ഇനി പത്രക്കാരറിയും, ചാനലുകാർ വരും, വാർത്തകളോട് വാർത്തകളായിരിക്കും. അതിന്റെ ആവശ്യം വരുന്നില്ല. അതിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഒഴിഞ്ഞു കിടന്ന മുതല എടുത്തോണ്ട് ഞാൻ അങ്ങ് പോവാം. എല്ലാരും മാറിക്കഴിഞ്ഞാൽ മുതല പാപം അതങ്ങ് പൊക്കോളും. മുതല മുരളി. ഒരാള് വരുന്നതിന് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആരാന്നോർത്താ അത്? റൗഡിയാണ് മുതല മുരളി. ഏത് റൗഡിയാണ്? SI സക്രിയ വന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന് തലയ്ക്ക് സുഖമില്ലാത്തവനാണ്. SI എടുത്ത് കെന്റി കിട്ടാണ് അവൻ. അതുകൊണ്ട് ദേവി ഇത് വേറെ കേസ്. അവന് മുതലേന്നൊന്നും പറഞ്ഞു കളയാൻ അവൻ കവാലത്തിൽ അടിച്ചു തരും. അതെ, മിണ്ടരുതേ. ഒരു കൂട്ടം അല്ലെ, ഞങ്ങൾ ഈ പഞ്ചായത്തിന്റെ കെട്ടെങ്ങനെ കെട്ടാം എന്നതിനെ പറ്റി ഞങ്ങളൊരു ചർച്ചയിലായിരുന്നു. എത്ര കെട്ട് കെട്ടി? 3 അതുപോരാ. അല്ല, ചുമ്മാ അണ്ണ എന്താ ഇവിടെ? ഞാൻ കുളിക്കാൻ വന്നു. ഇപ്പൊ കുളിക്കണ്ട. ഇപ്പൊ കുളിക്കണ്ട. മാസത്തിൽ ഒരിക്കലുള്ള കുളിക്കണ്ടെന്നോ? അല്ല അല്ല മുരളി, അത് വേറെ മറ്റേ പേര് പറയല്ലേ. അതിനകത്തൊരു സാധനം കിടപ്പുണ്ട്. അത് ആ പെണ്ണും പിള്ള പറയാം. അവ കാണാൻ പോടാ.
എന്താ കാര്യം എന്താന്ന് പറ. ഇല്ലെന്നാ, എന്താണ് ചന്ദ്രിക? ഒന്നുമില്ല. എന്താ അതിനകത്ത് എന്തോ കിടക്കുന്ന അണ്ണന് നാളെ കുളിക്കാം. എന്തോ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൈ കൊണ്ട് മാറ്റിട്ട് ഞാൻ കുളിക്കും. മുരളിയണ്ണ ഇപ്പൊ കുളിക്കണുണ്ടോ? ഞാൻ എപ്പോ കുളിക്കണം തീരുമാനിക്കുന്നത് ഞാനാ. സംഭവം വേറെ ഒന്നുമില്ല. അതിനകത്ത് അണ്ണൻ കിടക്കുന്നു. അണ്ണാനോ മരപ്പട്ടി എന്ത് വേണം കിടന്നോട്ടെ, അതിനെ അങ്ങോട്ട് മാറ്റിട്ട് ഞാൻ കുളിക്കും. അണ്ണ കുളിക്കണ്ട അണ്ണ. വേണ്ട, കുളിക്കണ്ട അണ്ണ. അയ്യോ അണ്ണ. അണ്ണാ, ടാർപ്പ് എങ്ങനെ എടുക്കാം? ഒരു സെക്കൻഡ്. ഹലോ സുരേഷ് അല്ലടാ? അതെ, നമ്മുടെ വാർഡിലാ മുതലമുരളിയുടെ വീട്ടിലേക്ക് ഒരു 4 ടാർപ്പയും ഒരു 25 കസാര എത്തിക്കണം. സുരേഷാണോ? സുരേഷാ. കെട്ടിക്കോളാം പറ. കെട്ടിക്കോ കേട്ടോ. പിന്നെ കുടുംബത്തിലെ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് കറുത്ത സാരി ഉണ്ടെങ്കിൽ മുറിച്ച് ഓരോ ജംഗ്ഷനിൽ കെട്ടാൻ പറഞ്ഞത് കേട്ടോ. മെമ്പറേ നമുക്കിനി മകസർ എഴുതാം. മധു സാർ എഴുതട്ടെ. മധുസാറല്ല മകസർ എഴുതാം. എഴുതണം അങ്ങോട്ട്. ഇതാണോ? നാട്ടുകാർ പറഞ്ഞത് കേൾക്കാതെ മുതലക്കുളത്തിൽ എടുത്തു ചാടിയ മുതല മുരളിയെ മുതല കൊന്നു. ഇന്ന് പേരൊപ്പ്. പേരപ്പനോ? പേരപ്പനല്ല, പേരൊപ്പ്. അടിയിലൊപ്പ്. അടിയില. ഇങ്ങനെ മുരളി ഇതൊന്നും പറ്റിയില്ലേ? എനിക്കെന്നാ പറ്റാൻ? എന്താ സംഭവം എന്താ? അയ്യോ മുരളി, എടാ നിന്നെ എല്ലാ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ? അല്ല എന്താ കാര്യം എന്താ? അണ്ണ ഒന്നും കണ്ടില്ലേ? ഞാനല്ല കാണുന്നത്, നിങ്ങളല്ലേ കാണുന്നത്. ഞാൻ നിങ്ങളല്ലേ പുറത്ത് മുരളി ഒന്ന് വന്നൊരു കാര്യം പറയട്ടെ. മുരളി കുളത്തിലോട്ട് ഇറങ്ങിയപ്പോഴേ മുരളിക്കൊരു ഇരട്ട പേരുണ്ടല്ലോ. മുതല എന്ത് മുതല. അതുപോലത്തെ ഒരു മുതല കുളത്തിലുണ്ടായിരുന്നു. എന്താ? മുരളി ഇപ്പൊ കുളിക്കാൻ വേണ്ടി കുളക്കടയിലോട്ട് ഇറങ്ങിയില്ലേ, അതിനകത്തൊരു മുതല ഉണ്ടായിരുന്നു. അത്രയോ? മുതലയോ? ആ കുളത്തിലാണ് ഞാൻ ചാക്കിയത്. എന്റെ ദൈവമേ, ഇങ്ങനെ നിനക്കൊക്കെ ഒരു വാക്ക് പറയാൻ മേലെ എന്റെ വായിക്കാത്ത പുഴുകി വെച്ചേക്ക് വന്നല്ലോ. എന്റെ ദൈവമേ, മുതല. അതാണ് കണ്ടോ? മെമ്പറെ ഇങ്ങനെ നോക്കിയിരിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. നമ്മള് പോവല്ലേ? ഞാനേ മുതലെ പിടിക്കാണ്ട് ഒരാളെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആരാന്നറിയോ? ഡിസ്കവറി ശശാങ്കൻ. അപ്പുറത്തുള്ളവനാ. പിന്നെ അപ്പുറത്തുള്ള ഏത് മുതലുണ്ടായാലും പുള്ളി പിടിച്ചിരിക്കും. പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പൊ തന്നെ വരും. വരണ്ടെന്ന് വിളിച്ച് പറയാം അങ്ങോട്ട്. പിന്നെ വരാൻ ഞാൻ വിളിച്ച് പറഞ്ഞോട് മുതലാണ് പിടിക്കണ്ടേ? മുതലെ കിടന്നാ ശരിയാവൂലെന്ന്. ആള് വന്നുണ്ട്. രക്ഷപ്പെട്ടു. അയ്യോ, മെമ്പർ എന്ത് പരിപാടി മെമ്പർ കാണിച്ചത്? ഗൂഗിൾ മാപ്പ് അയച്ചു തരാന്ന് പറഞ്ഞല്ലേ മെമ്പർ? ഗൂഗിൾ മാപ്പ് അയച്ചെന്ന് ഞാൻ. എനിക്കാ? അത് ഗൂഗിൾ മാപ്പ് അല്ല, പിന്നെ മറ്റൊരു വീഡിയോ എന്താ അത് കണ്ടായിരുന്നു, കിടക്കാച്ചിയായിരുന്നു. അതല്ലാതെ ഗൂഗിൾ മാപ്പ് ഞാൻ അയച്ചത് പിന്നെ സർലക്കാണോ? പിന്നെ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ പഞ്ചായത്തിൽ നിന്ന് തിരക്കി, അപ്പൊ ഇവിടെയാണ് സംഭവം നടക്കുന്നത് മനസ്സിലായി. സാർ നമസ്കാരം. പിന്നെ ഇവിടെ കണ്ടെത്തി. ഞാൻ ഇടുക്കിയിൽ ഒരു മുതലേ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഈ കോള് വരുന്നത്. ഇട്ടെറിഞ്ഞാണെങ്കിൽ പോന്നു. കള്ളത്തരം പറയില്ല കേട്ടാ. 260 കിലോമീറ്റർ ഉള്ള ഇടുക്കി എത്ര പെട്ടെന്ന് ഇവിടെ വന്നു? ആ ഇടുക്കിയല്ല, പനിമൂട് ജംഗ്ഷനിൽ ഒരു കുളത്തിലെ ഒരു കുഞ്ഞ് മുതല, അത് ഇടുക്കിയിൽ ഞാൻ വലിച്ചു ഉരുക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോള് വന്നത് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പിടിക്കാം കേട്ടോ. പിടിക്കട്ടെ, എന്നിട്ടാണ് എനിക്ക് കുളിക്കാൻ. ചേച്ചി കുളിക്കാൻ നിൽക്കുവാണോ? നിസാര കാര്യമാണ്. പൂ പറിക്കുന്ന പോലെ മുതലക്കുഞ്ഞിനെ കയ്യിലോട്ട് പിടിച്ചു തരും. ചേച്ചിയുടെ കുളികൊണ്ട് കണ്ടിട്ട് ഞാൻ പോത്തുള്ളൂ. വീടായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുവായിരുന്നു. മുതലെ പിടിക്കണ്ട. മുതലേ കൊല്ലണം, എനിക്ക് മുതലേ കൊല്ലണം. ആണോ? അയ്യോ അങ്ങനെയല്ലേ, മുതലേ കൊല്ലണം മാമാന്നല്ലേ? അത് പുലിമുരുകനകത്ത്. ഇത് എനിക്ക് മുതലേ കൊല്ലണം, എനിക്ക് മുതലേ അപ്പൊ കൊല്ലണം. എനിക്കൊരു സംശയങ്ങൾ ദൂരീകരിക്കും. അപ്പൊ കുറെ സമയം അങ്ങ് പോകൂല്ലേ? എന്താണ് ഈ മുതലേരുടെ അടുത്ത് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം? പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു കുളം ഉണ്ടായിരുന്നു. അവിടെ ഒരു മുതല് വന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇരിക്കും. നാട്ടുകാർ വന്ന് പറഞ്ഞാൽ മുതലേ ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞു. അച്ഛനൊന്നും നോക്കില്ല. നാട്ടുകാർ ഇങ്ങനെ ചുറ്റും നിൽക്കുമല്ലേ, അവരുടെ ക്ലാപ്പ് കേട്ടുണ്ട് ഒറ്റ ചാട്ടമാണ്. മുതലയുടെ വായിക്കത്ത് പക്കുവെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി. ഈ മുട്ട പപ്സിനകത്ത് മുട്ട ഇരിക്കത്തില്ലേ, അതുപോലെ അകത്ത് എന്റെ അച്ഛന് മുതല തിന്നു. അന്ന് മുതൽ തുടങ്ങിയത് എനിക്ക് മുതലുള്ള വൈരാഗ്യം. അപ്പൊ ഞാൻ ചോദിക്കാൻ സംശയമില്ലല്ലോ ദൈവമേ. ഞാൻ പിടിക്കണ്ടേ? അല്ല പിടിക്കണ്ട. ഞാൻ പറയണ പിടിക്കണ്ടെന്നാണ്. ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഒരു ഉത്തേജനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരു കൈകളും കൂട്ടിമുട്ടുമുണ്ടാകുന്ന ശബ്ദം, ആ ക്ലാപ്പ്, അത് ഞങ്ങൾ തരും. അതെനിക്ക് കിട്ടണം. പിന്നെ ഞാൻ ഈ കയറിനകത്ത് വലിച്ച് സാധനം ഇങ്ങോട്ട് ഇടും. ഇട്ട് കെട്ടിങ്ങി തന്നാ മതി. ഞാൻ പഞ്ചായത്തിൽ കൊണ്ട എല്ലാരും കാണിച്ചോളാം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ എല്ലാരും ക്ലാപ്പ് പിടിക്കും. മെമ്പറെ 2-3 ഫോട്ടോ സെഷനുള്ള ആളെ വിളിക്കണം. അതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാരും എന്റെ 100ാമത്തെ മുതലെയാണിത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. അല്ല പോണേ, നമുക്ക് മുതലേ കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എല്ലാരും കൂടി വലിച്ച് ഇങ്ങ് കയറ്റുക. കയറ്റിയിട്ട് നേരെ പത്രക്കാരെയും ടി വിക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അതിന്റെ തോളത്ത് ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കണ ഒരു ഫോട്ടോ വെച്ചാൽ ഒരു പ്ലച്ചും അടിച്ചിടണം. അതേ മുതല 10ാം ക്ലാസ് ജയിച്ചിരിക്കല്ലോ, പ്ലച്ച് അടിച്ചു വെക്കാൻ വേണ്ടി. കിട്ടിയാ? മുതലേ കിട്ടിയോ? ആരാ ഈ മുതലേ ആദ്യം കണ്ടത്?
ഇവരെ വിടരുത് കേട്ടോ, ആവശ്യമുണ്ട്. കണ്ടായിരുന്നോ മുതലേ? കണ്ടായിരുന്നോ? ഭയങ്കര വലിപ്പമുള്ള മുതലാ. എങ്ങനെയുണ്ട്? നല്ല കിടുക്ക്. ഏത് അവസ്ഥയിലിരിക്കുക? കല്ലിന്റെ ഇടയിൽ കയറിയിരിക്കുക. ചവിട്ടല്ലേ ലീക്കാവും മുതലേരെ ബ്ലഡ്. ഇല്ല, ഞാൻ ചവിട്ടി പിടിച്ചേക്കുമല്ലേ. പിന്നെ ഒരു ചിക്കന്റെ പീസ് കിട്ടുവോ? ചിക്കൻ പീസ് കിട്ടും. എന്നാ ഒരു കുഴപ്പമില്ല, ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് വെച്ച കിളും നില കിട്ടുവോ? ഓ അടുത്ത് നിക്കല്ലേ, അങ്ങോട്ട് പറിച്ചുകൂടി. അതെ, എന്തിനാ കമ്മ്യൂണിസ്റ്റ് വെച്ച? ഒന്നും അറിയാത്ത കൂട്ട് നിങ്ങള് പോകല്ലേ. നീക്കല്ലേ, കച്ചവടത്തിനുള്ള മുതലാണ്. ഞാനിപ്പോ വരാം, ഒന്നുകൂടെ ക്ലാപ്പിടിക്കൂ. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. നിങ്ങൾ അവിടെ നില്ല്. ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്തിന്? അതെന്നാന്നറിയാവോ, ഈ പുള്ളിക്കാരൻ ചിലപ്പോ മുതലായിട്ട് മൽപ്പിടുത്തം നടത്തിയപ്പോ വാ വലിച്ച് കീറി കാണും, കടവാ പൊട്ടി കാണും. ഈ കമ്മ്യൂണിസ്റ്റ് പച്ച വെച്ചാൽ ഒട്ടും. കിട്ടിയോ? ഭയങ്കര വലുപ്പമാ. ആണോ? പിന്നെ ഇച്ചിരി പൊരിച്ച മീൻ കിട്ടുവോ? തട്ടുകടയുണ്ടോ പൊരിച്ച മീനൊക്കെ എടുത്തിട്ട്? അല്ല കുഴപ്പമില്ല, ആ ഇല കന്റെ ആ കിളി നിലങ്ങിയെടുത്ത് പറിച്ചു വിടുറോ. പേരയിലായിരുന്നു നല്ലത്. അതില്ലാത്ത കൊണ്ടാ ഇങ്ങനെ പറഞ്ഞ. തീർക്കല്ലേ ഫ്രൂട്ട്സ് ഇട്ടാ മുതലേ. നോക്കി മെമ്പറേ, ഇങ്ങേർക്ക് ഈ ഇലയൊക്കെ എന്തിന്? പുള്ളിക്ക് ഭീകര ഷുഗറാ, കണ്ടാ അറിയത്തില്ല. ഇല തിന്നു കഴിഞ്ഞാൽ ഷുഗർ മാറുമെന്നാ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ലാഗ് അടുപ്പിക്കുന്നില്ല. മുതലേനെ പിടിച്ച് വലിച്ചു കയറ്റുമ്പോ ആള് വേണം ഇവിടെ. പിന്നെ മുതലേ കണ്ടും പോയല്ല ദൈവമേ. കിട്ടിയാ പിടിക്കേ മുതലെവിടെ? മുതലെവിടെ? അപ്പോഴേ പറഞ്ഞു വെള്ളം ചേർക്കാതെ മുതലേ പിടിച്ചാ ഇങ്ങനെ ഇരിക്കും. നീ എന്തിനാ നാടണം? മുതലേന്തി മുതലേ പിടിച്ചു ഞാൻ. സമ്മ കയ്യിലുണ്ട്. മുതലെവിടെ? ഫോട്ടോ പിടിച്ചോ, ഫോട്ടോ പിടിച്ചോ. അല്ലെങ്കിൽ ആ ഫോട്ടോ ഒന്ന് എടുക്കണേ. നോക്കി കൈ കടിക്കും. ഇല്ല, ഇത് കടിക്കാൻ വകുപ്പില്ല. ഇതെന്നാ? 8000 രൂപയുടെ മുതലാ പാറ്റുകാരെ മെമ്പർ. ഞാനൊരു കാര്യം പറയാം, ഞാൻ ചെയ്യുന്ന ജോലിയോട് കൂറുള്ളവനാ. അതിനകത്ത് ഒരു മുതല പോയിട്ട് ഒരു മീൻ പോലും അതിനകത്തില്ല. ഉള്ള കാര്യം പറയാം. ഇത് ആരാ അതിനകത്ത് കൊണ്ടിട്ടെന്ന് അത് മാത്രം പറഞ്ഞു. ചന്ദ്രിയാണോ? കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഇത് ആര് കൊണ്ടിട്ടേന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ മുതല് ആദ്യം കണ്ടത് ആരാ? അത് ഇവന്മാരാ. ആണോ? അന്ന് ഇവന്മാർ തന്നെ ആയിരിക്കും അതിനകത്ത് കൊണ്ടിട്ടത്. അതെ, എനിക്ക് നേരത്തെ തോന്നിയ ഒരു വണ്ടിക്കകത്തോട്ട് കൊണ്ടുപോകാൻ തരാൻ വരെ. സാറ് പറഞ്ഞില്ലേ? സാറ് പറഞ്ഞില്ലേ? ഞാനോ? ഓ, ഞാനെന്തിനു പറഞ്ഞു? ഈ തൊണ്ടി മുതലാറാ ഇരിക്കുന്നത് എന്റെ കയ്യില്. ഇവിടെ കുടിച്ചിട്ട് ഇരിക്കുന്ന കാര്യം. ഞാൻ അപ്പൊ സാറ് വണ്ടിയിലോട്ട് കയറ്. ഞാൻ എന്തിനു പറഞ്ഞു? കേറങ്ങോട്ട്. എന്റെ മുതലേന്ന് വിട്. പരിപാടിയല്ലേ? ഇവിടെ മുതലുണ്ടെന്നും പറഞ്ഞു എന്തെല്ലാം ആർന്നു. ഒരു കാര്യം, ചന്ദ്രയെ വിളിച്ചോ? അയ്യോ അത് വേണ്ട, മെമ്പർ ഇവിടെ നിക്കുമ്പോ. അതിനിപ്പോ എന്താ കുഴപ്പം? മുതലുണ്ടെന്നും പറഞ്ഞ് പേടിപ്പിച്ച് ഇവിടെ ഒന്നും മുതലിതല്ലാണ് വെള്ളം. എനിക്ക് പേടിയാ മെമ്പറേ. എന്തിനാ പേടിക്കണം? ഈ വെള്ളത്തിൽ കിടന്ന ചുമ്മാ വളക്ക എന്ന് പറഞ്ഞ് ചാടി കുളിക്കാൻ. അയ്യോ മുതലാ. ഞാൻ പറഞ്ഞു